ഗീത ഒരു മിനിറ്റ്, എനിക്ക് തന്നോട് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഒരു 5 minutes മതി. അന്ന് നടന്നൊക്കെ മതിയായില്ലേ, ഇപ്പൊ എന്തിനാ വന്നിരിക്കുന്നേ? അവക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. ഗീത വാ, നമുക്ക് പോവാം. ഏയ് കുഴപ്പമില്ല, പ്ലീസ് ജസ്റ്റ് 5 minutes. എനിക്കെന്റെ ലൈഫിൽ ഒരുപാട് ഇഷ്ടമുള്ളത് 3 പേര് മാത്രമാണ്. അമ്മ, അച്ഛൻ, അനിയത്തി. അവർക്ക് 3 പേർക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമായി. സിമ്പിളായിട്ട് പറയണമെങ്കിൽ I think I'm in love with you. I love you. ഓയ്, എന്റെ ലൈഫ് പാർട്ട്ണർ നീയാണെന്ന് ഞാൻ തീരുമാനിച്ചു. പെട്ടെന്ന് നീയും തീരുമാനിക്കേ. റെക്കോർഡിംഗ് റൂം എവിടെയല്ല? ഓ മോൾ, ഓക്കെ. സാറേ സാറേ നിക്ക്, സാറേ നിക്കാൻ, സാർ. നമ്മുടെ പ്രധാനമന്ത്രി മോഡി അവർകളെ സന്ദർശിക്കാനായി അമേരിക്ക പ്രസിഡന്റ് ട്രംപ് നാളെ ഇന്ത്യയിലേക്ക് വരുന്നു. എക്സ്ക്യൂസ് മീ, താങ്ക് യു. ഹായ്, ഹലോ എവ്രിവൺ. എന്റെ പേര് ഗൗതം. എന്റെ അടുത്തുള്ള ഈ കുട്ടിയുടെ പേര് ഗീത. എനിക്ക് ഈ കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൾക്കായും നിങ്ങളോടുമായിട്ടൊരു കാര്യം ഞാൻ പറയാൻ വന്നിരിക്കുകയാണ്. ഐ ലവ് യു ഗീത. ഇതെന്താ ഗീത, ഓഫീസാണോ ലവേഴ്സ് പാർക്കാണോ? നിനക്കെന്താ പറ്റിയേ? അന്ന് ഈ പെൺകുട്ടിയോട് വഴക്കുണ്ടാക്കി, ഇന്നാണെങ്കിൽ ലവ് പ്രപ്പോസ് ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ ചാനലിന്റെ പേര് നശിപ്പിക്കുകയാണോ? എന്തായാലും മുംബൈയിൽ ഒരു ചാനൽ തുടങ്ങി മലയാളികളെ എൻകറേജ് ചെയ്യുന്നില്ലേ? എനിക്കിത് വേണം. ഇനി ഒരിക്കൽ കൂടി ഇമാതിരി മിസ്റ്റേക്ക് നടന്നാ എന്റെ റിയാക്ഷൻ ഇതായിരിക്കില്ല. മൈൻഡ് ഇറ്റ്. ഏയ്, വലിയ കാര്യാക്കണ്ട. ഇതുവരെ എന്റെ അച്ഛൻ പോലെ എന്നെ അടിച്ചിട്ടില്ല, അറിയോ? ഞാൻ കല്യാണം കഴിക്കില്ല. എനിക്ക് എന്റേതായ ലക്ഷ്യമുണ്ട്. അനാഥയായി ഈ സ്വീറ്റിയെ ആർക്കെങ്കിലും ദത്തു കൊടുത്ത് ചിന്റുവിനെ ഞാൻ ദത്തെടുത്ത് സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറിയ കാര്യത്തിനാണോ പ്രണയം കല്യാണമൊക്കെ വേണ്ടെന്ന് വെക്കുന്നത്? കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളെ ദത്തെടുത്ത് കൊടുത്താൽ പോരെ? അതത്ര ഈസി അല്ല. ഞാൻ ഒരുപാട് നാളായി ശ്രമിക്കുന്നു. ആരും അവരെ സ്വീകരിക്കുന്നില്ല. ദത്തെടുക്കുന്ന പോലെ ഞാൻ ചെയ്ത് കാണിച്ചുതരാം. അങ്ങനെയെങ്കിൽ ചെയ്ത് കാണിക്ക്. എന്താന്ന് എനിക്കും അറിയില്ല. ഗീത, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. ഒന്ന് താഴെ വരാമോ പ്ലീസ്? ഓക്കെ. ഞങ്ങൾക്ക് കുട്ടികളില്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പൊ അതിനെ കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. നിങ്ങൾ പോവാൻ നോക്ക്. പ്ലീസ് പോവാൻ നോക്ക്. ഞങ്ങൾ ഈ കുഞ്ഞിനെ ദത്തെടുത്താലോ എന്ന് ആലോചിക്കുക. അനാഥയും കണ്ണൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങളന്ന് വേണ്ടാന്ന് പറഞ്ഞ. പക്ഷെ ഗൗതം എന്ന് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നിങ്ങൾ പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾക്ക് സമ്മതിക്കാമായിരുന്നു. ഒരു നല്ല ദിവസം നോക്കി വന്ന് ഞങ്ങൾ കുഞ്ഞിനെ ദത്തെടുത്തോളാം. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. നമസ്കാരം. താങ്ക്സ് പരിചയമില്ലാത്ത ആൾക്കേ പറയുള്ളൂ, പരിചയമുള്ളവരോട് പറയില്ല. ഞാൻ അവരെ പോയി കണ്ടത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം?
നമ്മൾ ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അവരെന്ത് വിചാരിച്ചാലും നമുക്കത് മനസ്സിലാവും. സ്വീറ്റിയെ അവർ ദത്തെടുക്കും, ചിന്തിയെ നീ ദത്തെടുക്കും. ഇപ്പൊ നിന്റെ പ്രോബ്ലം സോൾവ് ആയല്ലോ. അപ്പോ ഇന്ത്യയിലുള്ള മറ്റു ഓർഫൻസിന്റെ അവസ്ഥ എന്താ? എന്റെ കയ്യിൽ അതിനൊരു ഐഡിയ ഉണ്ട്. ഡോക്ടറെ അടുത്ത് കുട്ടികളില്ലാത്തവരുടെ ലിസ്റ്റ് വാങ്ങിച്ച് അവരെ കൊണ്ട് കുട്ടികളെ ദത്തെടുപ്പിച്ചാലോ? ദത്തെടുത്തവരും ഹാപ്പി, കുട്ടികളും ഹാപ്പി, പിന്നെ ഇന്ത്യയിലെ ഓർഫനേജിന്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല. ഇഫ് യു ഡോണ്ട് മൈൻഡ്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? 2 ദിവസമായിട്ട് എന്റെ വീട്ടിൽ എനിക്ക് ഭക്ഷണം തരാറില്ല. അത് നിന്നെ കൂട്ടിക്കൊണ്ടുവരാന്ന് എന്റെ അച്ഛനമ്മയ്ക്ക് ഞാൻ പ്രോമിസ് ചെയ്തിരുന്നു. അപ്പൊ തൊട്ട് എനിക്ക് വീട്ടിൽ ഭക്ഷണം തരാറില്ല. സോ ഒരു പ്രാവശ്യം നീ എന്നോടൊപ്പം വീട്ടിലേക്കൊന്ന് വന്നാ കൊള്ളായിരുന്നു. സ്വീറ്റിയുടെ ഫോട്ടോ അവര് കാണിച്ചു. ഗൗതം അവനെന്തിനാ ഇങ്ങോട്ട് വന്ന്? എങ്ങനെ? താങ്ക് യു. ഡാ, നിനക്കൊന്നും മനസ്സാക്ഷിയില്ലടാ. പറയടാ, പറയാൻ. സ്വീറ്റും ചിന്തു എവിടെ? എവിടെയാടാ അവര്? നീ എന്താ ചെയ്ത? പറയൂ, പറയാൻ. എവിടെ? അവരാണെന്ന് എനിക്ക് അറിയില്ല സർ. അറിയില്ലെന്നോ? എവിടെയാടാ? പറയടാ, പറയാൻ. എനിക്കറിയില്ല സർ. കൈയെടുക്കടാ, ഇങ്ങോട്ട് വാ. സാർ, ഞാനാ കംപ്ലൈന്റ് തന്നത്. എടുക്ക്, എല്ലാ റെക്കോർഡ്സ് എടുക്ക്. എത്ര കുട്ടികളുണ്ട്? അങ്ങനെ ഒരു റെക്കോർഡ്സേ ഇല്ല സർ. ഇല്ല സർ. ഇങ്ങനെയൊന്നും ചോദിച്ചാൽ നീ ഉത്തരം പറയില്ല. നീ റെക്കോർഡ്സിൽ നിന്ന് കാഷ്വൽ ആയിട്ട് പറഞ്ഞ ഉടൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് റെക്കോർഡ്സ് എടുത്തു വെക്കുന്ന ഞാൻ പറയുന്നു വിചാരിച്ചോടാ. നീ വാ തുറന്ന് സത്യം പറയുന്നവർക്ക് ഞാൻ ഇവിടുന്ന് പോവില്ലടാ. ഇവൻ കുഞ്ഞുങ്ങളെ വാടകയ്ക്ക് കൊടുക്കുന്നെന്ന് മിനിഞ്ഞന്ന് കേസ് കൊടുത്തതാ. സ്വീറ്റിയും ചിന്റുവും എവിടെയാണെന്ന് ഇവന് തീർച്ചയായും അറിയൂ സാർ. അന്ന് തന്നെ ഞാൻ നിനക്ക് വാണിംഗ് തന്നതാ, പക്ഷെ നീ ഇതുവരെ മാറിയില്ല അല്ലേ? സാർ, സാർ. എസ് ഐ സാറേ, ഭഗവാൻ സാർ പറയൂ സാർ. ആ പിള്ളേര് കാണാതെ പോയതൊന്നുമല്ല, എന്റെ ആൾക്കാർ കടത്തിക്കൊണ്ട് പോയതാ. അവര് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവരാ. പക്ഷെ അവരുടെ ശരീരത്തിനുള്ളിലുള്ള ഭാഗങ്ങളുണ്ടല്ലോ, അതിന് നല്ല വില കിട്ടും. സാർ, ചെറിയ കുട്ടികളുടെ മിസ്സിംഗ് കേസാ. എല്ലാ അനാഥ കുട്ടികളാ സാർ. ഹ്യൂമൻ റൈറ്റ്സുകാർക്ക് എങ്ങനെ ഈ കാര്യം അറിഞ്ഞ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നാണോ? ഇതാ നോക്ക്, കാറ്റിൽ ജനിച്ച് കാറ്റിൽ തന്നെ വളർന്നവരാ. അവരെ പറ്റി അന്വേഷിക്കാൻ ഇവിടെ ആരാ ഉള്ളത് പറ. ഇപ്പോ നിന്റെ ഭാര്യ നിനക്ക് ഫോൺ ചെയ്യും. എന്താ കാര്യം എന്ന് ചോദിക്കും. ജാനകി, എന്താ പറ. ആരോ വീട്ടിൽ വന്ന് 20 ലക്ഷം തന്നിട്ട് പോയി. ആരാന്ന് ചോദിച്ചപ്പോ ഒന്നും പറഞ്ഞില്ല. ശരി, ഞാൻ നോക്കിയോളാം. കാശ് സൂക്ഷിച്ചു വെക്ക്. സാറേ, ഈ കേസ് ഒന്നുമില്ലാതെ തീർക്കുകയാണെങ്കിൽ നിനക്ക് 20 ലക്ഷം. അല്ലെങ്കിൽ താൻ സിൻസിയറായിട്ടേ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാ ഒറ്റയടിക്കാൻ പോവും. സാർ, ഞാൻ നോക്കിക്കോളാം സാർ. സാർ, എന്തു പറ്റി സാർ? നോക്കേ, നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ഈ കാര്യം മറക്കുന്നതാണ് നല്ലത്. സാർ, അപ്പൊ ചെറിയ കുട്ടികൾ അവരിവിടെ ഉണ്ടായിരുന്നായിട്ട് ഒരു റെക്കോർഡ്സിലും ഇല്ലല്ലോ. 2 days ബാക്ക് 2 ദിവസം മുമ്പ് ഞാൻ ഇവിടെ വന്ന് കണ്ടത്. 1 വർഷമായി ഇവിടെ തന്നെയായിരുന്നു. അവരിവിടെ ഉണ്ടായിരുന്നതിന് വല്ല റെക്കോർഡ്സും ഉണ്ടോ? അതോ ഇവിടുന്ന് ആരെങ്കിലും അവരെ വിളിച്ചോണ്ട് പോകുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ? സാർ, ചെറിയ കുട്ടികളാണ് സാർ. നിങ്ങൾ വേണം സഹായിക്കാൻ. തെളിവില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ അടുത്ത് വല്ല തെളിവുണ്ടെങ്കിൽ കാണിക്കേ, എന്നിട്ട് നമുക്ക് നോക്കാം. വാ, വണ്ടി എടുക്ക്.